എല്ലാ മഹത്വവും ദൈവത്തിന് അർപ്പിച്ചുകൊണ്ട് ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മുടെ ചിന്തകളെ നമുക്ക് തിരിക്കാം. ബൈബിൾ മുഖ്യമായും നമ്മെ പഠിപ്പിക്കുന്ന ഒരു വിഷയമാണ് അനുതപിക്കുക എന്നുള്ളത്. എല്ലാ മനുഷ്യർക്കും അനുതാപം ആവശ്യമുണ്ട്. അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ഗണ്യമാക്കുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണം എന്നുള്ളത് ദൈവത്തിൻ്റെ കൽപ്പനയിൽ പെടുന്ന കാര്യവും ആകുന്നു. ശരിക്കും സഭകളിൽ അനുതപിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ, ചെയ്തുപോയ തെറ്റിനെക്കുറിച്ച് പശ്ചാത്താപം ഉള്ളവർ ഉണ്ടായിരുന്നുവെങ്കിൽ സഭ എത്രമാത്രം വിശുദ്ധമായിട്ട് മാറുമായിരുന്നു. ദൈവത്തിൻ്റെ ഹൃദയത്തിന് എത്രമാത്രം സന്തോഷം ഉണ്ടാകുമായിരുന്നു. ഇന്ന് കുടുംബങ്ങൾ ഉയർത്തപ്പെടാതിരിക്കുവാനും അനുഗ്രഹിക്കപ്പെടാതിരിക്കുവാനുമുള്ള പ്രധാനപ്പെട്ട കാരണം സ്വയനീതിയിൽ പലരും കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ളതിനാലാണ്. അനുതാപം എന്ന പദം വേദപുസ്തകത്തിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു പദമാണ്. എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് ചോദിച്ചാൽ, ഓരോരുത്തരും അവരവർ ചെയ്ത തെറ്റായ പ്രവൃത്തിയെക്കുറിച്ച് കുറ്റബോധം ഉള്ളവരായിട്ട് മാറണം, പശ്ചാത്താപം ഉള്ളവരായിട്ട് മാറണം. അതുമാത്രം പോരാ, ആ കുറ്റബോധം അവർക്കുണ്ടാകുമ്പോൾ തന്നെ കുറച്ചുകൂടെ മെച്ചപ്പെട്ട ഒരു ജീവിതം ജീവിക്കണം എന്നുള്ള ഒരു നിശ്ചയവും തീരുമാനവും അവർക്കുണ്ടാകണം. ഇത് രണ്ടും കൂടെ സംയോജിക്കുമ്പോഴാണ് അനുതാപം പൂർണ്ണമാകുന്നത്. മെച്ചപ്പെട്ട ജീവിതം എന്ന് ഇവിടെ പറയുമ്പോൾ ആ ജീവിതത്തിൻ്റെ മാതൃകയായിട്ട് വെച്ചിരിക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ ജീവിതമാണ്. ക്രിസ്തുവിനോട് അനുരൂപപ്പെടുക, ക്രിസ്തുവിൻ്റെ മനസ്സ് ഉള്ളവരായിട്ട് ജീവിക്കുക. ഒരളവുകോൽ വെച്ചിരിക്കുന്നു നാം ആരെപ്പോലെ ആകണം എന്നുള്ളതിനെക്കുറിച്ച്. അത് അപ്പൊസ്തലന്മാരെക്കുറിച്ചോ അപ്പൊസ്തലന്മാരെ പോലെയോ ഏതെങ്കിലും മനുഷ്യരെ പോലെ ആവുക എന്നുള്ള അളവുകോലല്ല, മറിച്ച് യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തോട് അനുരൂപപ്പെടുക. അതാണ് എല്ലാ മനുഷ്യർക്കും ദൈവം വെച്ചിരിക്കുന്ന അളവുകോൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് സഭകളിൽ ആവശ്യമായിരിക്കുന്നത് അനുതപിക്കുന്ന, പശ്ചാത്തപിക്കുന്ന ആളുകളെയാണ്. ദൈവത്തിന് അവരെ മാത്രമാണ് ഉപയോഗിക്കാനായിട്ട് കഴിയുക. അവരുടെ മേലാണ് പരിശുദ്ധാത്മാവ് പകരപ്പെടുന്നത്. അവരെയാണ് ദൈവം തൻ്റെ കരങ്ങളിൽ ശക്തിയുള്ള ആയുധങ്ങളായിട്ട് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് അനുതപിക്കുക, പശ്ചാത്തപിക്കുക, മാനസാന്തരപ്പെടുക, ഈ കാര്യത്തിന് സഭ വളരെയേറെ പ്രാധാന്യം കൊടുക്കണം. നാം സുവിശേഷങ്ങൾ പഠിക്കുമ്പോൾ പുതിയ നിയമത്തിൽ യോഹന്നാൻ സ്നാപകനും യേശുക്രിസ്തുവും അപ്പൊസ്തലന്മാരും വളരെ പ്രാധാന്യം കൊടുത്ത് പ്രസംഗിച്ച ഒരു കാര്യമാണ് അനുതപിക്കുക, ദൈവത്തിങ്കിലേക്ക് തിരിയുക, മാനസാന്തരപ്പെടുക എന്നുള്ള വിഷയം. അത് എങ്ങനെയായിരിക്കണം എന്നുള്ളത് ചോദിച്ചാൽ, ഒരു രാജ്യത്തിലെ രാജാവിനോട് മറുതലിച്ച, അനുസരണക്കേട് കാണിച്ച ജനങ്ങൾ തിരിച്ച് രാജാവിൻ്റെ അടുക്കൽ വന്ന് രാജാവിനോട് തങ്ങളുടെ തെറ്റുകൾ പറയുവാനും ഇനിയുള്ള കാലം രാജാവിനോട് വിശ്വസ്തരായി ഇരുന്നു കൊള്ളാം എന്ന് തീരുമാനമെടുക്കുന്നതിനും അനുതാപം എന്ന പദം അന്നത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്നു. ഇതുപോലെ തന്നെ അവിശ്വസ്തയായ ഒരു ഭാര്യ തൻ്റെ ഭർത്താവിൻ്റെ അടുക്കൽ വന്ന് തൻ്റെ തെറ്റുകൾ സമ്മതിച്ച് ഇനിയുള്ള കാലം നല്ലൊരു ഭാര്യയായി വിശ്വസ്തയായി ജീവിച്ചു കൊള്ളാം എന്ന് തീരുമാനമെടുക്കുമ്പോഴും അനുതാപം എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം അനുതാപത്തിനകത്ത് കുറ്റബോധം മാത്രം ഉണ്ടായാൽ പോരാ, മെച്ചപ്പെട്ട ജീവിതം നയിക്കണം എന്നുള്ള ഒരു വലിയ നിശ്ചയവും ഉത്സാഹവും തീർച്ചയായിട്ടും അടങ്ങിയിരിക്കുന്നു. അങ്ങനെ അനുതപിച്ച ഒരുപാട് ആളുകളെക്കുറിച്ച് ദൈവവചനത്തിൽ നാം കാണുന്നുണ്ട്. അവരുടെ ജീവിതം വളരെ വ്യത്യാസപ്പെട്ടതായിട്ട് നാം മനസ്സിലാക്കുന്നു. ബൈബിൾ നമ്മെ പരിചയപ്പെടുത്തുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. അവരെയൊക്കെ ദൈവം പുതിയ മനുഷ്യരാക്കി മാറ്റിയത് അനുതാപത്തിൽ കൂടിയാണ്. അനുതപിക്കുവാൻ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ അവരുടെ ഉള്ളിലേക്ക് അയക്കുന്നു. മാനസാന്തരപ്പെടുവാൻ നമ്മുടെ ഉള്ളിൽ പ്രേരണ നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. യേശു പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വരുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും വരുവാനുള്ള ന്യായവിധിയെക്കുറിച്ചും നിങ്ങൾക്ക് ബോധ്യം വരും.
അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ എല്ലാവരിലും വന്ന് വസിക്കട്ടെ. പരിശുദ്ധാത്മാവ് നമ്മളെ ഗൈഡ് ചെയ്യട്ടെ. ദുഃഖിക്കുന്ന ഒരു ഹൃദയം നമുക്ക് കർത്താവ് നൽകട്ടെ. ഒരു ചെറിയ തെറ്റ് ചെയ്യുമ്പോൾ പോലും അതിനെക്കുറിച്ച് നാം ജാഗ്രതയുള്ളവരായി മാറുന്ന ഒരു ജീവിതം നമുക്ക് കർത്താവ് നൽകട്ടെ. ഇന്ന് തെറ്റുകൾ ചെയ്ത് തഴമ്പിച്ച മനുഷ്യരാണ് കൂടുതലുമുള്ളത്. അവർക്ക് വീണ്ടും വീണ്ടും തെറ്റുകൾ ആവർത്തിക്കപ്പെടുമ്പോഴും അതിനെക്കുറിച്ച് ഒരു അനുതാപമോ പശ്ചാത്താപമോ ഹൃദയനുറുക്കമോ ഒന്നും ഉണ്ടാകുന്നില്ല. അതിലവർ സന്തോഷം കണ്ടെത്തുകയാണ്. അതൊരിക്കലും നമ്മുടെ ജീവിതത്തിൽ നാം അനുവദിച്ചുകൂടാ. ഒരു നുണ പറഞ്ഞാൽ പോലും, ഒരു കള്ളം പറഞ്ഞാൽ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന ഏതെങ്കിലും കാര്യങ്ങൾ നാം ചെയ്താൽ ആ നിമിഷം തന്നെ നമുക്ക് ഒരു പശ്ചാത്താപം, മാനസാന്തരം, അനുതാപം ഉണ്ടാകുന്ന ഒരു ജീവിതം തീർച്ചയായിട്ടും ആവശ്യമാണ്. അങ്ങനെയുള്ളവരെയാണ് ദൈവരാജ്യത്തിൽ ദൈവം പ്രവേശിപ്പിക്കുന്നത് എന്ന് നാം തിരിച്ചറിയണം. രക്ഷ സൗജന്യം ആണെങ്കിലും രക്ഷയ്ക്കായി നാം എല്ലാവരും കർത്താവിൻ്റെ വചനം അനുസരിച്ച് പ്രവർത്തിക്കണം എന്നുള്ളതും വചനം നമ്മളെ ഓർപ്പിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഇന്ന് പകൽ അനുതപിക്കുവാൻ ഒരു ഹൃദയം ദൈവം നമുക്ക് നൽകട്ടെ. ഏതെല്ലാം കാര്യങ്ങളിൽ നാം അനുതപിക്കുവാനുണ്ടോ ആ കാര്യങ്ങളെല്ലാം അനുതപിക്കുവാൻ ദൈവം സഹായിക്കട്ടെ. കർത്താവെ, മാനസാന്തരമുള്ള, അനുതാപമുള്ള, ദുഃഖമുള്ള ഒരു ഹൃദയം വചനം കേൾക്കുന്ന എല്ലാവർക്കും ഉണ്ടാകണം. പാപത്തെ വെറുത്ത് ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തിൻ്റെ സ്വഭാവത്തോട് അനുരൂപപ്പെടുവാൻ എല്ലാവർക്കും ഇടയാക്കണം. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.